ഒരു രാജ്യത്തിലെ ഏറ്റവും അപകടകരമായ ശബ്ദം ഏതാണെന്നറിയാമോ? നമ്മൾ കേൾക്കാതെ പോയ ശബ്ദം. കാരണം കേൾക്കപ്പെടുന്ന മനുഷ്യർ സംസാരിച്ചു കൊണ്ടിരിക്കും, കേൾക്കപ്പെടാത്ത മനുഷ്യർ ആദ്യം അപേക്ഷിക്കും, പിന്നെ പരാതിപ്പെടും. അതും ആരും കേൾക്കാതാകുമ്പോൾ അവർ മിണ്ടാതാകും. ആ മൗനത്തെ ഭരണകൂടങ്ങളും അധികാരികളുമൊക്കെ പലപ്പോഴും തെറ്റായി വായിക്കും. അവർക്ക് പരാതിയില്ല, അവരെല്ലാം സഹിച്ചുകൊള്ളും, അവർക്ക് പ്രതികരിക്കാനുള്ള ശേഷിയില്ല എന്നൊക്കെ. പക്ഷേ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. ശബ്ദമില്ലാത്തവരുടെ മൗനം സമ്മതമല്ല, ചിലപ്പോൾ കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയാണ്. 1930 ഇന്ത്യക്കാരൻ സ്വന്തം കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുന്നതിന് പോലും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ വിലക്കുണ്ടായിരുന്നു. ഉപ്പിൻ്റെ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കുമൊക്കെ അവരുടെ നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിന് നികുതിയും നൽകണമായിരുന്നു. പാവപ്പെട്ടവൻ്റെ കഞ്ഞിയിലെ ഉപ്പിൽ പോലും സാമ്രാജ്യത്തിൻ്റെ കൈ. ജനങ്ങൾക്ക് ദേഷ്യമുണ്ടായിരുന്നു, പക്ഷേ ആ ദേഷ്യത്തിന് ശബ്ദമില്ലായിരുന്നു. അവർ കർഷകരായിരുന്നു, തൊഴിലാളികളായിരുന്നു, സ്ത്രീകളായിരുന്നു, ദരിദ്രരായിരുന്നു. അവരുടെ പരാതികൾക്ക് ഭരണകൂടത്തിൻ്റെ മേശപ്പുറത്ത് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു മനുഷ്യൻ നടക്കാൻ തീരുമാനിച്ചത്. 1930 മാർച്ച് 12 ഗാന്ധിജി സബർമതിയിൽ നിന്ന് 78 സത്യാഗ്രഹികളോടൊപ്പം ദണ്ഡിയിലേക്ക് നടന്നു തുടങ്ങി. ബ്രിട്ടീഷ് ഭരണകൂടം ആദ്യം അതിനെ ഒരു സാധാരണ കാൽനട യാത്രയായാണ് കണ്ടത്. നടക്കട്ടെ, ക്ഷീണിക്കുമ്പോൾ നിൽക്കും എന്നവർ കരുതിയിരിക്കാം. പക്ഷേ അവർ നടന്ന ഓരോ മൈലിലും വർഷങ്ങളായി മിണ്ടാതിരുന്ന് ഇന്ത്യ അവരോടൊപ്പം ചേരുകയായിരുന്നു. ദണ്ഡിയിലെ കടൽ തീരത്തെത്തിയ ഗാന്ധിജി കുറുക്കിയെടുത്ത ഒരു പിടി ഉപ്പ് വീണത് സാമ്രാജ്യത്തിൻ്റെ കടക്കലായിരുന്നു. അതുവരെ പ്രതികരണശേഷിയില്ലാത്തവരെന്ന് ഭരണകൂടം കരുതിയ കർഷകരും തൊഴിലാളികളും സ്ത്രീകളും സാധാരണക്കാരും എല്ലാം നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി. അവർക്ക് വലിയ വേദികളില്ലായിരുന്നു, മൈക്കുകളില്ലായിരുന്നു, മാധ്യമങ്ങളില്ലായിരുന്നു. എന്നാൽ അവർ ഒന്നിച്ചു നിന്നപ്പോൾ ലോകം അവരുടെ ശബ്ദം കേട്ടു. ഇതാണ് എല്ലാ വ്യവസ്ഥകളും മറന്നുപോകുന്ന സത്യം. ഒരാളുടെ ശബ്ദം അടിച്ചമർത്താം, ഒരു സമരക്കാരനെ അറസ്റ്റ് ചെയ്യാം, ഒരു പത്രം നിരോധിക്കാം, ഒരു പ്രതിഷേധത്തെ ബലം കൊണ്ട് പിരിച്ചുവിടാം. പക്ഷേ ഒരു ജനതയുടെ മനസ്സിൽ പ്രതിഷേധം പിറന്നാൽ അതിനെ തടവിലാക്കാൻ ഒരു ജയിലും മതിയാകില്ല. ഇന്നും നമ്മുടെ ചുറ്റും ശബ്ദമില്ലാത്ത മനുഷ്യരുണ്ട്. ദിവസം മുഴുവൻ അധ്വാനിച്ചാലും അർഹമായ വേതനം കിട്ടാത്ത തൊഴിലാളികൾ, വിളവിന് വിലയില്ലാതെ കടത്തിൽ മുങ്ങുന്ന കർഷകർ, അനീതി സഹിച്ചിട്ടും പരാതി പറയാൻ ഇടമില്ലാതെ പോകുന്ന ആൾക്കാർ, ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും നീതി ലഭിക്കാത്ത സാധാരണക്കാർ, തൻ്റെ വേദന പറഞ്ഞാൽ ജോലി നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന ജീവനക്കാർ, ഇവരൊന്നും യഥാർത്ഥത്തിൽ ശബ്ദമില്ലാത്തവരല്ല. അവരുടെ ശബ്ദം കേൾക്കാൻ വ്യവസ്ഥയ്ക്കും